പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ക്രിസ്മസിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ക്രിസ്മസ്. ചെറുപ്പകാലം മുതൽ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രിസ്മസ് വിളക്കുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പപ്പ, ക്രിസ്മസിൻ്റെ സമ്മാനം, ക്രിസ്മസ് കരോൾ. അപ്പോൾ ഇങ്ങനെ വിവിധ കാര്യങ്ങളിലൂടെ ക്രിസ്മസ് എന്ന മഹാസംഭവത്തെ മനുഷ്യർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാലത്തിൽ പ്രത്യേകിച്ചും ക്രിസ്മസ് വളരെയേറെ കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അത് കുറേയൊക്കെ ശരിയാണ് താൻ. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ അരങ്ങേറുമ്പോഴും എനിക്കുള്ള സമാധാനം, ഈ അനുഗ്രഹീതമായ അനുഭവത്തിൽ ലോകം മുഴുവൻ അവരവരുടേതായ തലങ്ങളിൽ അതിൽ പങ്കുചേരുന്നു എന്നുള്ള കാര്യമാണ്. നമുക്ക് ഈ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കേണ്ടത് വലിയ ആവശ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ മേലുദ്ധരിച്ച കാര്യങ്ങളാണ് എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. അതിങ്ങനെയാണ്: പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം വിവിധ രീതിയിലും ഘട്ടങ്ങളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ അവിടുന്ന് തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചു. ദൈവമായ കർത്താവ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ, ദൈവപുരുഷരിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ അവസാന ഘട്ടം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ പരിഗണനയിലും ദൈവത്തിൻ്റെ ചിന്തയിലും കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയത്ത് തൻ്റെ പ്രിയപുത്രനെ അയച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് തീരുമാനിച്ചു. അതിൻ്റെ ആഘോഷമാണ് സത്യത്തിൽ ക്രിസ്മസ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, അരൂപിയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ വിശേഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം ആരാണ് എന്ന് ദൈവം തന്നെയാണ് നമ്മോട് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്നതിനേക്കാൾ ഉപരി ദൈവത്തെക്കുറിച്ച് തന്നെ പറയാനുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ തിരുനാളിൽ, ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ദൈവം തന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന ഒരു തിരുവചനമുണ്ട്: ദൈവത്തെ ദൈവമായിരിക്കുവാൻ അനുവദിക്കുക. ലെറ്റ് ഗോഡ് ബി ഗോഡ്. അതായത് ദൈവത്തെ നമ്മളുടെ ചിന്തകളിൽ പരിമിതപ്പെടുത്തുക എന്നതിനേക്കാൾ നമ്മളുടെ വ്യാപാരങ്ങളിൽ ദൈവത്തെ ഒതുക്കി ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ളതിലുപരി ദൈവത്തിൻ്റെ മഹാവിസ്മയത്തിൽ, വെളിപാടിൽ നമ്മൾ ആശ്ചര്യപൂർണരായി ആട്ടിടയന്മാരെ പോലെ, മാലാഖമാരെ പോലെ, മഹാജ്ഞാനികളെ പോലെ നമ്മൾ അത്ഭുതപ്പെടുക എന്നുള്ള കാര്യമാണ്. നമുക്കതിൽ വലിയ സന്തോഷം ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇത് വളരെ പ്രസക്തമായ ഒരു തിരുനാളായിട്ട് ഞാൻ കാണുകയാണ്.
ഇന്നത്തെ ഈ വർത്തമാന കാലത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ യുവ തലമുറകളിൽ കണ്ടുവരുന്ന സംശയത്തിൻ്റെ ചില ചിന്തകൾ, ചില രീതികൾ. ദൈവം മനുഷ്യനാകാൻ പറ്റുമോ? ദൈവത്തിന് പരിമിതപ്പെടാൻ പറ്റുമോ? ദൈവം എങ്ങനെയാണ് ദൈവത്തിന് സഹിക്കാൻ സാധിക്കുക? ദൈവം എങ്ങനെയാണ് മരണപ്പെടാനായിട്ട് സാധിക്കുക? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പല ഇടങ്ങളിൽ നിന്നും, പലരിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുടെ യുവതലമുറയും കേൾക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളുന്നു എന്നുള്ള ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും അവരുടെ മനസ്സുകളിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇതിനെല്ലാം ഒരു ഉത്തരമാണ് സത്യത്തിൽ ക്രിസ്മസ്. ദൈവം താൻ ആരാണെന്ന് അവിടുന്ന് നമ്മോട് സംവദിക്കുന്ന ഏറ്റവും മഹത്തായ അനുഭവമാണ് ക്രിസ്തുമസ്. അവിടുന്ന് ഒരു മനുഷ്യനായി മനുഷ്യത്വത്തിൻ്റെ എല്ലാവിധമായ നന്മയും പരിമിതികളും സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മോട് കൂടെയുള്ള എമ്മാനുവേലായിട്ട് ദൈവം ഇതാ കാണപ്പെടുന്നു. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. തികച്ചും യുക്തിപരമായും അതുപോലെ തന്നെ ബൗദ്ധികമായും മനുഷ്യൻ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ദൈവം ഈ കാര്യങ്ങൾ നമ്മോട് സംവദിക്കുന്നത് തൻ്റെ ജീവൻ തന്നുകൊണ്ടാണ്. തൻ്റെ ജീവൻ നമുക്ക് അവിടുന്ന് ഈ പുൽക്കൂട്ടിൽ ഇതാ സമൃദ്ധമായി നൽകുകയാണ്. പുൽക്കൂട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനും സുവിശേഷ പ്രസംഗകനുമായ ബിഷപ്പ് ബാരൻ, അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, പുൽക്കൂട്ടിൽ സാധാരണഗതിയിൽ മാടുകൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ കരുതുന്നത്. ആടുകളുടെ ഭക്ഷണം അതാണ് പുൽക്കൂട്ടിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പുൽക്കൂട്ടിൽ ദൈവം പിറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമുക്ക് ഭക്ഷണമാകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ തുടക്കം ഈ പുൽക്കൂട്ടിലാണ്. അവിടുന്ന് തന്നെ നമുക്ക് ഭക്ഷണമായിട്ട് തരുന്നു. ആടുമാടുകൾ ഈ പുൽക്കൂട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ച് അവരെ തന്നെ പോറ്റുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മാനവകുലത്തിൽ ഈ പുൽക്കൂട്ടിൽ പിറന്നതുവഴി അവിടുന്ന് നമുക്ക് ഭക്ഷണമാകുന്നു എന്നുള്ളതാണ്. എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു വിചിന്തനമാണത്. അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. ദൈവം നമുക്ക് തരുന്നത് ഒരാശയമല്ല, ദൈവം നമുക്ക് തരുന്നത് ഒരു ചിന്തയല്ല, ദൈവം നമുക്ക് തരുന്നത് തന്നെയാണ്. ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ചും സഭാപിതാക്കന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ആദ്യ നൂറ്റാണ്ടുകളിലെ പിതാക്കന്മാർ ക്രിസ്തുമസിനെ, ഇൻകാർണേഷനെ, മനുഷ്യാവതാരത്തിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനായത് നമ്മളെ ദൈവീകരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധനായ അഥനാസിയോസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഉദ്ദേശം ആയതുകൊണ്ട് ദൈവം നമുക്ക് ഭക്ഷണമായി തന്നെ തന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവീകതയിൽ വളരുക എന്നുള്ളതാണ്. ആദ്യ മാതാപിതാക്കളുടെ തെറ്റുകൊണ്ടും അതുപോലെ തന്നെ പാപം മൂലവും ദൈവവുമായിട്ടുള്ള സംസർഗം, തങ്ങളോട് തന്നെയുള്ള സംസർഗം, സംയോജനം, അവർ തമ്മിലുള്ളതായ ആ ബന്ധം, പ്രകൃതിയോടുള്ള വലിയ ബന്ധം, ഇവയെല്ലാം ഇതാ താറുമാറാക്കപ്പെട്ടു. അതെല്ലാം ഈ ക്രിസ്തുമസിലൂടെ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കുന്നു. ഈ വലിയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, മറ്റൊരു കാര്യം കൂടി ഈ ഒരവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ കോവിഡ് അല്ലെങ്കിൽ കോവിഡാനന്തര കാലം വളരെയേറെ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്ഥിരം പല്ലവിയല്ല, മറിച്ചൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ അസ്വസ്ഥതകൾ ചേക്കേറുന്നു. ഏകാന്തതയുടെ പിരിമുറുക്കങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടുകയാണ്. അരക്ഷിതാവസ്ഥ, അങ്ങനെയുള്ളതായ ഒരു അവബോധം, അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സുകളിലെ അതുപോലെ തന്നെ കുടുംബങ്ങളിലെ ഒക്കെ ഉണ്ടാവുന്നു. നമുക്കിതിനെല്ലാം ഒരു പരിഹാരം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോടുകൂടി എന്നുള്ള അർത്ഥമുള്ള എമ്മാനുവേലായിരിക്കുന്നത്. ദൈവം എവിടെയെങ്കിലുമല്ല, ദൈവം നമ്മോടുകൂടിയാണ്, നമ്മളിലാണ്. അപ്പോൾ ആ ഒരു വലിയ ചിന്തയോടുകൂടി, ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സത്യവും സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണവുമൊക്കെ വളരെയേറെ വിഭിന്നമാണ് എന്ന് പറയേണ്ടി വരുന്നു. സമർത്ഥിക്കുവാൻ സാധിക്കുന്നത്, വിജയിക്കുന്നത്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധ്യതയുള്ളത്, ഇവയൊക്കെ സത്യമായും അതുപോലെ തന്നെ സത്യത്തിൻ്റെ ഭാഗങ്ങളായിട്ടും കാണുന്ന ഒരു കാലഘട്ടത്തിൽ ശാശ്വതമായ സത്യവും നിലനിൽക്കുന്നതായ സത്യവും മനുഷ്യന് മറന്നുപോകുന്നു. അങ്ങനെയെങ്കിൽ സമർത്ഥിക്കുവാനും അതുപോലെ തന്നെ വിശദീകരിക്കാനും സാധിക്കുന്ന കാര്യങ്ങൾ, വിജയിക്കുന്ന കാര്യങ്ങൾ, അവ മാത്രമായി സത്യത്തെ നമ്മൾ ഒതുക്കുമ്പോൾ നമുക്കറിയാം ജീവിതത്തിലെന്നും ഭാരങ്ങളും സമഗ്രമായ നീതിബോധവുമൊക്കെ നഷ്ടമാവും. ദൈവം ഈ സത്യം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. സത്യമെന്ന് പറയുന്നത് ഒരാശയമല്ല, സത്യമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് യേശു കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനാണ് സത്യം. അതെ, ഇന്നലകളിൽ നാം കാണുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾക്കോ നമ്മുടെ വിചിന്തനത്തിനോ ഒക്കെ ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾ, അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു എന്ന വ്യക്തി, കർത്താവ് എന്ന വ്യക്തി, ദൈവം എന്ന വ്യക്തി, അവനാകുന്നു സത്യം. അവനിലേക്കാണ് നാം ഈ ക്രിസ്മസിൽ കടന്നു വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്രിസ്മസ് നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, ആചരിക്കേണ്ടത്? ഒന്നാമതായി എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ദൈവം തന്നെ തന്നെ വിനയപ്പെടുത്തി വെറുമയാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഇത്രയും വലിയവനായ ദൈവം എളിയ മനുഷ്യൻ്റെ രൂപത്തിൽ കടന്നു വന്നത് തൻ്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അതെ, നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഏറ്റവും പരമമായ യാഥാർത്ഥ്യം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിനയാന്വിതരാകുവാനുള്ള ആ ഒരു വലിയ താല്പര്യം. ഇന്ന് എല്ലാവരും തങ്ങളെ തന്നെ ഏതെങ്കിലും തരത്തിൽ മുൻപിൽ നിർത്താനുള്ള വ്യഗ്രതയിലാണ്. രണ്ടാമനാകാൻ ആർക്കും താല്പര്യമില്ല. നമ്മുടെ മത്സരങ്ങൾ എല്ലാം തന്നെ മറ്റു തരത്തിലുള്ള ഭാരങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നും നമുക്കറിയാം. ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ഈ മനോഭാവമാണ്. എല്ലാവരെയും മുൻപിലേക്ക് കൊണ്ടുവരുവാൻ, എല്ലാവരുടെയും ശുശ്രൂഷകനാകുവാൻ നമുക്കും സാധിക്കണം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ പോലും വലിപ്പം കാണിക്കാതെ നമുക്ക് നമ്മളുടെ വിനയം പ്രകടമാക്കുവാൻ സാധിക്കുന്നത് എത്രയോ വലുതാണ്. നമ്മുടെ മുമ്പിൽ ആരും ചെറുതാവാൻ നാം അനുവദിക്കരുത്. ഈ ക്രിസ്മസ് അതാണ് നമ്മോട് പറയുന്നത്. ആട്ടിടയന്മാരും അതുപോലെ തന്നെ പൂജരാജാക്കന്മാർക്കും ഒക്കെ ഉണ്ടായ സന്തോഷം അതാണ്.
ഈ ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ മഹാ അത്ഭുതത്തിൻ്റെ മുമ്പിൽ അവർക്കെല്ലാവർക്കും കടന്നു വരാൻ സാധിക്കും. ആരുടെയും മുമ്പിൽ അനുവാദം ചോദിച്ച് അവിടേക്ക് കടന്നു വരേണ്ടതില്ല. ഈ പുൽക്കൂട് തുറന്ന പുൽക്കൂടാണ്. അവിടേക്ക് ആർക്കും കടന്നു വരാം. ആരുടെയും അനുവാദം അതിനാവശ്യമില്ല. അതെ, ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിങ്കിലേക്ക് നമുക്ക് വേണ്ടതായ രീതിയിൽ പ്രവേശനം ലഭിക്കാൻ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയാവും. ആരുടെയും ഔദാര്യം അതിനാവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം കടമ്പകൾ കടന്നാണ് നമുക്കൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കാണണമെങ്കിൽ, അതല്ലെങ്കിൽ ആളുമായി സംഭാഷണം ചെയ്യണമെങ്കിൽ അവിടെയെല്ലാം ഇതാ ഈ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഈ മഹത്തായ നന്മ, അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആരും ഇതാ തൻ്റെ മുമ്പിൽ ചെറുതല്ല എന്ന്. ഇതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യം. ഈ കാലഘട്ടത്തിൽ അസത്യം കൊണ്ട് തങ്ങളെ നിറച്ച് ഇല്ലാത്തതായ അസ്തിത്വവും ഇല്ലാത്തതായ മോടിയുമൊക്കെ പ്രകടിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഉള്ളവൻ ഒന്നും കാണിക്കാതെ ഇല്ലായ്മയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മൾ ആരെയും ചെറുതായി കാണുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും വളർത്തുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ക്രൈസ്തവ സഭകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നാം നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് എന്നതാണ്. നാം നമ്മുടെ പരിഗണനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ജീവിതക്രമത്തിൽ, നമ്മളുടെ നന്മയിൽ, സമ്പന്നതയിൽ എല്ലാം നമ്മൾ എല്ലാവരെയും ഓർക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു എന്നതാണ്. അത് വലിയൊരു സന്തോഷമാണ്. ഈ ക്രിസ്മസിൽ നമുക്കതുകൊണ്ട് ഇല്ലാത്തവരെ, ഇല്ലായ്മയുള്ളവരെ, ഇല്ലായ്മക്കാരായവരെ ഒക്കെ നമുക്ക് ഓർക്കുവാൻ സാധിക്കട്ടെ. സാന്താക്ലോസ് അത് ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. സാൻ നിക്കളാവുസ് എന്നാണ് സാന്താക്ലോസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഈ ഡിസംബർ മാസം 5-ാം തീയതി നമ്മൾ സെയിൻറ്റ് നിക്കളാവുസ് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹം എന്നും പാവപ്പെട്ടവരെ കരുതിയിരുന്നവനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇല്ലായ്മക്കാർക്ക്, തൻ്റെ അടുത്ത് വരുന്നവർക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഇതാ ആ ഒരു പ്രതീകമാണ് സത്യത്തിൽ സാന്താക്ലോസ് നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ കൂടുതൽ ദൈവസ്നേഹത്തിലും ആത്മീകമായ സന്തോഷത്തിലും നമുക്ക് നിറയാം. ഈ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഒരു പുതിയ ദർശനം തരട്ടെ. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുകയല്ല, നമ്മളെ ദൈവം മനസ്സിലാക്കുകയാണ് എന്ന് ഓർക്കുക. നമ്മളുടെ ഈ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നമ്മുടെ ദൈവത്തെ ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത്ഭുതം കൂറുന്ന കണ്ണുകളോടുകൂടി മാത്രമേ ഈ പുൽക്കൂട്ടിനെ നിങ്ങൾ സമീപിക്കാവൂ. ദൈവം നമ്മുടെ ഈ കൂട്ടായ്മയെ, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് നിങ്ങൾ ധാരാളം നന്മകൾ നമ്മുടെ ഈ പ്രക്ഷേപണങ്ങളിലൂടെ സ്വീകരിക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായും കുടുംബപരമായും ഈ ക്രിസ്മസിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ മനുഷ്യാവതാരം ഏറെ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് ഉള്ളത് ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോഴാണ്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.